ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു പുതിയ കോഡാണ്. വേറൊന്നുമില്ല, നമുക്ക് വൈസ്രോയിമാരുടെ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ കാലഘട്ടത്തിലെ വൈസ്രോയിമാർ, ഗവർണർ ജനറൽമാർ, ഇവരുടെ എല്ലാം നമുക്ക് പഠിക്കണം. കൂടുതലും അവരുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളായിരിക്കും കൂടുതലും ചോദിക്കുന്നത്. അതിനു മുമ്പേ നമുക്ക് ഈ വൈസ്രോയിമാരുടെ ക്രമം ഒന്ന് പഠിച്ചിരുന്നാൽ, ആദ്യം ക്രമം പഠിക്കണം. എന്നിട്ട് അപ്പോൾ നമുക്ക് ഏകദേശം അവരുടെ കാലഘട്ടം കൂടെ അറിയാൻ പറ്റും. ആദ്യം അതിൻ്റെ ക്രമം ഒന്ന് പഠിച്ചാൽ, ഞാൻ വൈസ്രോയി മാത്രമാണ് പറയുന്നത്, ക്രമം ഒന്ന് പഠിച്ചാൽ നമുക്ക് അതിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് എന്തെങ്കിലുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോഴത് ആ ഒരു കോഡാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ വൈസ്രോയിമാരുടെ ഒരു ഓർഡർ ഉണ്ടല്ലോ. ഫസ്റ്റ് കാനിങ് എന്ന് നമുക്കറിയാം, അവസാനത്തത് മൗണ്ട് ബാറ്റൺ എന്ന് പറയും. അപ്പോൾ ഈ ഒരു കോഡുണ്ട് അവരുടെ കണക്ട് ചെയ്യുന്ന. ആ കോഡൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് വരുന്ന ക്വസ്റ്റ്യനിലൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. വേറൊന്നുമില്ല, കോഡ് ഇത്രയേ ഉള്ളൂ. എൻ്റെ നാട്ടിലൊരു പയ്യനുണ്ട്, കണ്ണൻ എന്നാണ് പേര്. കണ്ണൻ്റെ ശരീരത്തിൽ എല്ലൊടിഞ്ഞു പോയി. അപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു? കണ്ണൻ തൻ്റെ എല്ലെടുത്ത് ലോറിയുടെ മുകളിലെ വടക്ക് ഭാഗത്ത് ലൈറ്റായിട്ട് റാപ്പ് ചെയ്ത് വെച്ചു. അവൻ്റെ എല്ലൊടിഞ്ഞു പോയല്ലോ. അതുകൊണ്ട് കണ്ണൻ തൻ്റെ എല്ലെടുത്ത് ലോറിയുടെ മുകളിൽ, കണ്ണനൊരു ലോറി ഉണ്ടായിരുന്നേ, ആ ലോറിയുടെ മുകളിൽ വടക്ക് ഭാഗത്ത് ലൈറ്റായി റാപ്പ് ചെയ്ത് വെച്ചു. റാപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ കെട്ടുക അല്ലേ? അപ്പോൾ റാപ്പ് ചെയ്ത് വെച്ചു. ഇതെന്തോ നീ മണ്ടൻ ചെയ്യണ? ഇതെല്ലാം കണ്ടുകൊണ്ട് താഴെ നമ്മളൊരു പ്രധാന അധ്യാപകൻ ഉണ്ടായിരുന്നു. ആ സ്ഥലത്തെ മെയിനായിട്ടുള്ളൊരു ടീച്ചർ. അദ്ദേഹം പറഞ്ഞു, പൊട്ടന്മാരുടെ നാട്ടിൽ എല്ലുള്ളവർക്ക് കറുത്ത മിൻറ്റ് കിട്ടും. പൊട്ടന്മാരുടെ നാട്ടിൽ എല്ലുള്ളവർക്ക് കറുത്ത മിൻറ്റ് കിട്ടും. കൂടെ നമ്മുടെ അധ്യാപകൻ്റെ മകനും കൂടെ ഉണ്ടായിരുന്നു. മകൻ കണ്ണനോട് പറഞ്ഞു, കണ്ണൻ ഈ മണ്ടത്തരം ചെയ്യുന്ന കണ്ടിട്ട് കണ്ണനോട്, ഹർ ദിൻ കെമിസ്ട്രി റീഡ് കരോ, എല്ലാ ദിവസവും കെമിസ്ട്രി വായിക്കൂ, ഹർ ദിൻ കെമിസ്ട്രി റീഡ് കരോ. കണ്ണൻ ആലോചിച്ച്, അയ്യോ എന്തോ തെറ്റ് സംഭവിച്ചല്ലോ. കണ്ണന് തെറ്റ് മനസ്സിലായി. കണ്ണൻ പറഞ്ഞു, ഐ വിൽ ഗോ ടു വെൽ, ഞാൻ കിണറിലോട്ട് പോകുന്നു. ഐ വിൽ ഗോ ടു വെൽ എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടെ കോഡ് പറയാം. കോഡ് പറയണമെന്നില്ല, നിങ്ങൾക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി, എന്നാലും പറയാം. കണ്ണൻ തൻ്റെ എല്ലെടുത്ത് ലോറിയുടെ മുകളിലെ വടക്ക് ഭാഗത്ത് ലൈറ്റായിട്ട് റാപ്പ് ചെയ്ത് വെച്ചു. എല്ലൊടിഞ്ഞുകൊണ്ടാണ് കണ്ണൻ തൻ്റെ എല്ലെടുത്ത് ലോറിയുടെ മുകളിലെ വടക്ക് ഭാഗത്ത് ലൈറ്റായി റാപ്പ് ചെയ്ത് വെച്ച്. താഴെ പ്രധാന അധ്യാപകൻ നിന്ന് അദ്ദേഹം പറഞ്ഞു, പൊട്ടന്മാരുടെ നാട്ടിൽ എല്ലുള്ളവർക്ക് കറുത്ത മിൻറ്റ് കിട്ടും. സാറിൻ്റെ മകനും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹർദിൻ കെമിസ്ട്രി റീഡ് കരോ ബായ്, ഹർദിൻ കെമിസ്ട്രി റീഡ് കരോ. കണ്ണന് തെറ്റ് മനസ്സിലായി. കണ്ണൻ പറഞ്ഞു, ഐ വിൽ ഗോ ടു വെൽ, ഞാൻ വെല്ലിലോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോഴിതിലെ കോഡ് മനസ്സിലാക്കണം. ഫസ്റ്റ് എന്ന് പറയുന്ന ആദ്യത്തെ കാര്യം എന്നുണ്ട്, കണ്ണൻ തൻ്റെ എല്ലെടുത്ത് ലോറിയുടെ മുകളിൽ വടക്ക് ഭാഗത്ത് ലൈറ്റായി റാപ്പ് ചെയ്ത് വെച്ചു എന്നല്ലേ ഞാൻ പറഞ്ഞ. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആര്? കാനിങ് പ്രഭുവാണ്. കണ്ണൻ കാനിങ് തൻ്റെ എല്ലെടുത്തെന്ന എൽജിനാണ് രണ്ടാമത്തത്. ലോറിയുടെയാണ്, ജോൺ ലോറൻസ് എന്ന പേര്. ലോറൻസിന് പകരം ലോറി എന്നിട്ട്. മുകളിലെ മുകൾ എന്ന് ഉദ്ദേശിക്കുന്ന മയോ ആണ്. മയോ എന്ന് പറയുന്നതാണ് കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മരിച്ച ആദ്യത്തെ വൈസ്രോയി. കൊല ചെയ്യപ്പെട്ട വൈസ്രോയി മയോ ആണ്. മയോയെ ഷേർ അലി എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇന്ത്യക്കാരനാണ് മയോയെ കൊല്ലുന്നത്. എവിടെ വെച്ച്? സെല്ലുലാർ ജയിലിൽ വെച്ചാണ്. സെല്ലുലാർ ജയിൽ എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിൽ. ഓക്കെ, അതാണ് മയോ. അടുത്ത് മുകളിലെ വടക്ക് ഭാഗത്തെന്ന, വടക്കെന്ന് വെച്ചാൽ എന്താ? നോർത്ത് ഭാഗത്ത് വെച്ചു. നോർത്ത് ബ്രൂക്ക് അതാണ് വടക്ക് ഭാഗത്ത് ലൈറ്റായി റാപ്പ് ചെയ്ത് വെച്ചു. റാപ്പ് എന്ന് വെച്ചാൽ റിപ്പൺ. ലൈറ്റായി റാപ്പ് ചെയ്ത് വെച്ചു, റിപ്പൺ. ഓക്കെ, അതാണ് റിപ്പൺ എന്ന് പറയുന്നത്. അടുത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് താഴെ നിന്ന സ്ഥലത്തെ പ്രധാന അധ്യാപകൻ പറഞ്ഞു, പൊട്ടന്മാരുടെ നാട്ടിൽ എല്ലുള്ളവർക്ക് കറുത്ത മിൻറ്റ് കിട്ടും എന്നല്ലേ? പൊട്ടന്മാരുടെ നാട്ടിൽ എല്ലുള്ളവർക്ക് കറുത്ത മിൻറ്റ് കിട്ടുമെന്നല്ലേ?
പൊട്ടൻ എന്ന് വെച്ചാൽ എന്താ? പൊട്ടൻ ഡെഫറിൻ പ്രഭുവാണ് പൊട്ടൻ. പൊട്ടന്മാരുടെ നാട്ടിലെന്ന, നാടെന്ന് പറഞ്ഞാൽ ലാൻഡ്സ് ഡൗൺ, അടുത്ത ആൾ. എന്താണ്? എല്ലുള്ളവർക്ക്, അതും എൽജിനാണ്. കറുത്ത മിൻറ്റ്, കറുത്ത എന്ന് വെച്ചാൽ കഴ്സൺ എന്നാണ്. കറുത്ത കഴ്സൺ, മിൻറ്റ് കിട്ടും, മിൻറ്റ് ഓഫ് പ്രഭു. അത്രയായല്ലോ കഴ്സൺ മിൻറ്റ് കിട്ടും. അപ്പോൾ അടുത്ത കോഡ്, എന്താണ് പറഞ്ഞത്? പറഞ്ഞത് പിന്നെ നമ്മുടെ അധ്യാപകൻ്റെ മകൻ പറഞ്ഞു, ഹർദിൻ കെമിസ്ട്രി റീഡ് കരോ. തൊട്ടടുത്ത ആൾ ഹർഡിഞ്ച് സെക്കൻഡ്, ചെറുതാണ് ഹർഡിഞ്ച് സെക്കൻഡ്. കെമിസ്ട്രി ചെംസ്ഫോർഡ്, റീഡ് കരോ റീഡിങ്. ഹർദിൻ കെമിസ്ട്രി റീഡ് കരോ, ഹർഡിഞ്ച് ചെംസ്ഫോർഡ് റീഡിങ്. ജൂത വൈസ്രോയി എന്ന് ചോദിച്ചാൽ റീഡിങ് ആണ് ഉത്തരം, ജൂത വൈസ്രോയി. ബാക്കിയെല്ലാം അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, തെറ്റ് മനസ്സിലായ കണ്ണം പറഞ്ഞു എന്തൊന്നും, ഐ വിൽ ഗോ ടു വെൽ, ഞാൻ വെല്ലിലോട്ട് പോകുന്നു. ഈ ഐ എന്ന് വെച്ചാൽ ഇർവിൻ, വില്ലെന്ന് വെച്ചാൽ വില്ലിങ്ടൺ, ഗോ ടു എന്ന് വെച്ചാൽ ഗോ, ലിത്ത് ഗോ, അതാണ്. വെല്ലെന്ന് വെച്ചാൽ വേവൽ പ്രഭു. അവസാനത്തത് ഞാൻ കോഡിൽ പറഞ്ഞിട്ടില്ല, മൗണ്ട് ബാറ്റൻ ആണ് ഉത്തരം. ഏറ്റവും അവസാനത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി എന്ന് ചോദിച്ചാൽ മൗണ്ട് ബാറ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാനിങ്, അവസാനത്തെ മൗണ്ട് ബാറ്റൻ. ഇതിൻ്റെ ഇടയിലുള്ള ഓരോരുത്തർക്കും അവരുടെ കാലഘട്ടത്തിൽ നടന്നതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പഠിക്കാനുണ്ട് നമുക്ക്. അതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല, ധാരാളം ഉണ്ട് പഠിക്കാൻ. അതൊക്കെ പിന്നെ പഠിക്കാനുള്ളതാണ്, കോഡിൽ കണക്ട് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. പക്ഷേ ഇപ്പം ഞാനതൊന്നും പറയുന്നില്ല, ഇത്രയേ ഉള്ളൂ. കോഡ് നന്നായിട്ട് മനസ്സിലാക്കുക, അത് കഴിഞ്ഞ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടോളൂ. ഞാൻ റിപ്പീറ്റ് ചെയ്തൊന്നും പറയുന്നില്ല, നിങ്ങളൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് മനസ്സിലാക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. പിന്നെ എൻ്റെ ബാക്കിയുള്ള പഴയ വീഡിയോകളൊക്കെ ഒന്ന് കാണൂ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.